ഹലോ. അപ്പോൾ അതേ ഇത് കണ്ടോ, ഒരു 5 പീസ് എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 5 പീസുണ്ട്. നമ്മളൊരു പ്രത്യേക ഡിഷ് ഉണ്ടാക്കാൻ പോവുക. അപ്പം അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക്, പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു നുള്ളു വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇത് നമുക്ക് അടച്ച് വെച്ചൊരു 3 വിസിലിന് വേവിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കുക്കർ അടച്ച് ഞാൻ വേവിക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ലൊരു വലിപ്പമുള്ളൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അധികം വലിപ്പമില്ലാത്തൊരു മീഡിയം സൈസ് സവാളയും എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയും ഉണ്ട്. പിന്നെ പച്ചമുളക് ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണം കാശ്മീരി ചില്ലിയുടെ വിത്തിട്ട് കിളിപ്പിച്ചുണ്ടായ പച്ചമുളക്, 1 എണ്ണം എരിവുള്ള പച്ചമുളകും, പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 6-7 ചുള വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ബാക്കി ഇതെല്ലാം അരിഞ്ഞുകൊണ്ട് വരാം. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ്, സവാള ചെറുതായിട്ട് അരിഞ്ഞ്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ്, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ വലിയ നീളമുള്ള പച്ചമുളക് 2 ആക്കിയിട്ട് നെടുകെ പിളർന്ന്, നീളം കുറഞ്ഞ പച്ചമുളക് ഇങ്ങനെ നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വരകരിയാണ്. ഇത് കണ്ട വരകരിയാണ്. ഇത് വരകരി തന്നെ വേണമെന്നില്ല, നമുക്ക് ബിരിയാണി അരിയോ നുറുക്ക് ഗോതമ്പോ പിന്നെ എന്തെങ്കിലും എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വരകരിയാണ്. അപ്പം വരകരി എടുത്തിട്ട്, ഇത് അറിയാമല്ലോ, വരകരി എന്ന് പറഞ്ഞാൽ മില്ലറ്റ്, കോഡോ മില്ലറ്റ്, ഈ മില്ലറ്റിൽ പെട്ട ഒരു ധാന്യമാണ് വരക്. അപ്പം അത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ്സേ ഉള്ളൂ. അപ്പം ഇത് ഫുള്ള് ഞാനിങ്ങനെ എടുക്കുക. എന്താ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 3-4 വെള്ളം കഴുകിയെടുക്കാം. വെജിറ്റബിൾ അരിഞ്ഞു വെച്ചതും വരകരി കഴുകി വെച്ചതും സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. കേട്ടോ, ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ചിക്കനെ നമുക്കൊന്ന് ചെറിയ പീസാക്കി കൈ കൊണ്ട് പിച്ചെടുക്കണേ. അപ്പം ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് നമുക്കൊന്ന് പിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഞാൻ പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ പിച്ചുന്ന സമയം കൊണ്ട് കുക്കറിൽ അടുപ്പ് കത്തിച്ച് ഒരു കുക്കർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക്, എൻ്റെ കയ്യിലിപ്പം റൈസ് ബ്രാൻ ഓയിലാണുള്ളത്. അപ്പം നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യോ വെജിറ്റബിൾ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഓയിൽ വേണ്ടാത്തവർക്ക് ഓയിലില്ലാതെ നമുക്ക് വെജിറ്റബിൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട്, ചിക്കനും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ്, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ചിക്കൻ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്, എന്നാലും വെജിറ്റബിളിനും നമ്മുടെ വരകരിക്കും ഒക്കെ ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുവാണ്. വെജിറ്റബിളിനും അരിക്കും കൂടി ചേർത്തങ്ങ് ഉപ്പിട്ടേക്കുക.
ഒരുപാടിട്ടൊന്ന് വഴറ്റണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. അപ്പം കണ്ട, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പിച്ചി വെച്ചേക്കുന്ന ചിക്കൻ, വേവിച്ച് പിച്ചിയെടുത്ത ചിക്കൻ, ആ ചിക്കനും കൂടി ഇതിലോട്ട് ഒരുപാട് അങ്ങ് ചെറിയ ചെറിയ പീസായിട്ടങ്ങ് ചിക്കൻ പിച്ചണ്ട, ഇച്ചിരി നമുക്ക് കഴിക്കാൻ കിട്ടണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വലിയ പീസാക്കി തന്നെ പിച്ചി വെക്കുന്നത്. അതിലോട്ട് ഒരു ഫ്ലേവറിന് മാത്രം, ഒരുപാടില്ല, മസാലയൊന്നും അധികം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഇതൊരു ഹെൽത്തി ഫുഡായതുകൊണ്ട്. അതെ, ഒരു ഫ്ലേവറിന് മാത്രം ഒരല്പം ഗരം മസാലപ്പൊടി ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി ഇട്ട് പിന്നെ നമ്മളിതിലോട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, അപ്പം നേരത്തെ ചിക്കൻ വേവിച്ചപ്പം വേണ്ട ഉള്ളൊരല്പം വെള്ളമുണ്ട്, സ്റ്റോക്ക് വാട്ടർ, അത് ഞാൻ ഇങ്ങോട്ട് ഒഴിക്കുവാണ്, അത് കളയുന്നില്ല, നമുക്ക് കുരുമുളകിൻ്റെ എരിവൊക്കെ കിട്ടുമല്ലോ. അത് ഒഴിച്ചിട്ട് നമ്മുടെ വരകരി എന്താ കഴുകി വെച്ചേക്കുന്ന വരകരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ വരകരി എല്ലാം കഴുകി ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വേകണം. അപ്പം വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മതിയാവും, വരകരി വേവും. അപ്പം അതേ ചിക്കൻ കഞ്ഞി റെഡിയായിട്ടുണ്ട്. വരകരി ചേർത്ത് വെച്ച ചിക്കൻ കഞ്ഞി, അധികം മസാലയുടെ കുത്തലൊന്നും ഇല്ലാത്ത ഒരു കഞ്ഞിയാണ്. മസാലകൾ വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഇച്ചിരി നല്ല ഫ്ലേവറിൽ കഴിക്കണമെന്നുള്ളവർക്ക് അല്പം കൂടി കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ കൂട്ടിയിടാം. കയ്യിൽ പുതിന മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പുതിനയും മല്ലിയിലയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. കഞ്ഞി റെഡിയായിട്ടുണ്ട് ഒരു വിസിലിൽ തന്നെ. അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ആ ഉപ്പും കൂടി ഒഴിച്ചു. ഉണ്ടാ വെള്ളം വേണ്ടുന്നവർക്ക് തിളച്ച വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് ലൂസാക്കാം. ഇവിടെ പിള്ളേർക്ക് വെള്ളം അധികം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരുവത്തിൽ. അപ്പം ഇതുണ്ടോ, തണുക്കാൻ വേണ്ടി പ്ലേറ്റിലോട്ട് ഒഴിക്കുവാണ്. ഇത് തണുത്തിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ അത് കഞ്ഞി പ്ലേറ്റിൽ ഒഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ കുടിക്കാൻ ഒരുങ്ങുവാണേ. ഓക്കെ, താങ്ക് യു.